ഹലോ എവരി വൺ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ബ്രാൻഡ് സ്റ്റോറീസ് വിത്ത് ഹോം ബിസ് സൊല്യൂഷൻസ്. ഇന്നിപ്പോൾ നമ്മളുള്ള തേവറപ്പുറത്ത് ഉമേഷ് സാറിൻ്റെ വീട്ടിലാണുള്ളത്. ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നത് 6 വർഷം മുമ്പ് കെൽക്കോ എന്ന് പറയുന്ന ഹാൻഡ് റെയിൽ സിസ്റ്റംസ് ആണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. നമുക്ക് ആസ് എ പ്രോഡക്റ്റ് അടുത്ത് കാണാം. ഈ പ്രോജക്റ്റ് ഉമേഷ് സാറിൻ്റെ സൈറ്റിൽ നമ്മൾ ചെയ്യുമ്പം 6 വർഷം മുന്നേ, എനിക്ക് തോന്നുന്നൊരു 7 വർഷം മുന്നേയൊക്കെ ആയിരുന്നു എൻ്റെ എൻക്വയറി വരുന്നത്. ഇപ്പോൾ 6 വർഷം എക്സിക്യൂട്ട് ചെയ്ത് നമ്മൾ തീർത്തിട്ടുണ്ട്. സോ പുള്ളിക്ക് വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള റെയിലിംഗ് സിസ്റ്റംസ് വേണമെന്ന് അന്ന് ഡിസ്കസ് ചെയ്യുന്നു. നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യുന്നു. നോക്കുകയാണെങ്കിൽ എക്സ്റ്റീരിയർ ആണ്, എപ്പോഴും മഴയും വെയിലും പൊടിയും കൊള്ളുന്ന ഏരിയയാണ്. ഇപ്പോഴാണെങ്കിലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയും നമുക്ക് അങ്ങനെ ഒരു റസ്റ്റിങ്ങിൻ്റെ ഒരു തരത്തിലുള്ള ഇഷ്യൂസ് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ഇല്ല. സെക്കൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ആ ഒരു ഫിനിഷും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. 6 വർഷം എന്ന് പറയുന്നത് ഒരു ചെറിയ പീരീഡ് അല്ല. വൈബ്രേഷൻസ് കാര്യങ്ങളൊന്നുമില്ല. ഇതിൽ തന്നെ നമുക്ക് കാണാം ബേർഡ് ഷീറ്റ്സും അത്യാവശ്യം എല്ലായിടമൊക്കെ വീഴുന്നുണ്ട്. ഇപ്പോൾ റെഗുലറായിട്ട് ക്ലയൻറ്റ് മെയിൻറ്റെയിനും ചെയ്യുന്നുണ്ട്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇത് തന്നെയാണ് നമ്മൾ പ്രൊഡക്റ്റിൽ നമ്മൾ പറയുന്ന ഒരു ലൈവ് എക്സാമ്പിൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എങ്ങനത്തെ ക്ലൈമറ്റിലാണെങ്കിലും നമുക്ക് ഈ പ്രൊഡക്റ്റ് വിസ്റ്റാൻഡ് ചെയ്യും. സോ ഒന്ന് ഇതിൻ്റെ ഗ്രേഡ്, സെക്കൻഡ് നമ്മൾ ഇതിലിപ്പോൾ യൂസ് ചെയ്തേക്കുന്ന ടെക്നോളജി. ഇപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് കാണാം ഈ ഒരു ജോയിൻറ്റ് വളരെ മിനിമലിസ്റ്റിക്കാണ്. അതെ, ഇപ്പോൾ ഇവിടെ ഒന്നും ഈ ജോയിൻറ്റിലൊന്നും നമുക്ക് ഒരു തരത്തിലുള്ള റെസ്റ്റിങ് നമുക്ക് വന്നിട്ട് സാധാരണ വരുവാണെങ്കിൽ ഇങ്ങനെ ഒരു ജോയിൻറ്റിലൊക്കെ നമുക്ക് എപ്പോഴും റെസ്റ്റിംഗ് അവിടെ നിന്നായിരിക്കും തുടങ്ങുന്നത്. ഇതിനകത്ത് ഞാൻ പറഞ്ഞപ്പോൾ 6 വർഷമായിട്ട് പോലും ഇപ്പം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കമ്പനി പറയുന്ന പോലെ ബ്രാസ് ആങ്കർ ബോൾട്ട് യൂസ് ചെയ്തതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് ഈ വൈബ്രേഷൻസ് പോലും ഇപ്പോഴും വരാത്തത്. കാരണം ഇപ്പോഴും ആ പിടുത്തം അതുപോലെ തന്നെ ബേസിലുണ്ട്. തൊട്ടപ്പുറത്ത് അമ്പലമുണ്ട്. ഉത്സവ സമയത്തൊക്കെ അവർ ഇവിടെ ആയിരിക്കും കൂടുതലും വന്ന് ഗ്യാദർ ചെയ്യുന്നത്. അപ്പോൾ എത്ര ആളുകൾ വന്ന് മുമ്പോട്ടൊന്നും ചാരി നിന്നാലും സാധനം അതിന്റെ ലോഡ് ബെയർ അതിന് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ താഴെ ഇതിന്റെ ഷോർട്ട് സ്പീക്കറുകളൊക്കെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ പുതിയൊരു സാധനം കൊണ്ടുവന്ന് സാറേ ഇത് പുതിയതാണെന്ന് പറയാൻ കാര്യം നമ്മൾ ഓൾറെഡി പ്രൂവൻഡ് ആയിട്ടുള്ള ഒരു സാധനം കാണിക്കുന്നതാണ് എപ്പോഴും. ഒരു ബ്രാൻഡുമായിട്ടുള്ള അസോസിയേഷനിൽ ക്ലയന്റിന് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ആണ്. ഇപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാ ബ്രാസ് ആങ്കേഴ്സ് ആണ് പോയേക്കുന്നത്. അതെ, അല്ല ബ്രാസ് ആങ്കർ പോയേക്കുന്നതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് ആണ് ഇപ്പോഴും ആ വൈബ്രേഷൻസ് കിട്ടാതെ. അല്ലെങ്കിൽ താഴെ നിന്ന് അത് പൊടിഞ്ഞു തുടങ്ങുമ്പോഴത്തേക്ക് വൈബ്രേഷൻസ് എടുക്കുക സാധനം. എപ്പോഴും ഏതൊരു ക്ലയൻറ്റിനും ബാൽക്കണി ഫോർ എ ലോങ്ങർ റൺ ട്രബിൾ ഫ്രീ ആയിട്ടുള്ള മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷനാണ് ഗ്ലാസും നമ്മുടെ ഹാൻഡ് റെയിൽ സിസ്റ്റംസ്. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അവർക്ക് എടുക്കാം. 100% അത് വർത്തായിരിക്കും. നമുക്ക് ഇതുവരെ മഴ വന്നാലും നമ്മുടെ ആ ഭാഗത്ത് ചോർച്ച ഒന്നുമില്ല. അല്ലെങ്കിൽ അവിടെ ഡ്രിൽ ചെയ്തിട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് സീലിംഗിനകത്ത് ചെറിയൊരു നനവ് അങ്ങനെയൊക്കെ ഉണ്ടാവും. കറക്റ്റ്. വാട്ടർ പ്രൂഫിങ് ചെയ്തതിന്റെ പേരിലും പിന്നെ നമ്മൾ കെമിക്കൽ യൂസ് ചെയ്തതിന് താഴോട്ട് ഒരു തരത്തിലും വെള്ളത്തിന്റെ അബ്സോർപ്ഷൻ ഉണ്ടാവത്തില്ല. ബട്ട് അത് നല്ല സ്ട്രോങ് ആണ് കേട്ടോ. ഞങ്ങളിപ്പോൾ 3 പേര് പോയി നമ്മളത് പിടിച്ചാൽ പോലും ഹാൻഡ് റെയിൽസ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽപ്പുണ്ട്. നമുക്ക് ആ അമ്പലത്തിൻ്റെ ഒരു പ്രോഗ്രാമൊക്കെ നിൽക്കുമ്പോൾ മുകളിൽ നിന്ന് നല്ലപോലെ അതിൽ പിടിച്ച് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സാർ എന്തായാലും ഇടയ്ക്ക് ഓർക്കുവാണെങ്കിൽ കണക്ട് ചെയ്യുക. ഞാൻ വന്നപ്പോൾ ഒന്ന് കയറിയതാണ്. എന്തായാലും ഫാമിലി ഉണ്ടായിരുന്നു, കണ്ടു. ഫാമിലിയിലും 2 പ്രൊഡക്റ്റിലും നല്ല ഫീഡ്ബാക്ക് കിട്ടി. ഇപ്പോൾ സാറാണെങ്കിൽ ഹാപ്പിയാണ്. ഒരു 6 ഇയേഴ്സിന് ശേഷം ഒരു ക്ലയൻറ്റിനെ കാണുമ്പോൾ ഇതിൽ കൂടുതൽ എന്താ വേണ്ടേ? ഓക്കെ. Thank you, sir. Thank you. Take care, sir. Have a nice day. Okay, sir. Bye.